ഗൈസ് വെൽക്കം ടു എജുപോഡ് ചാപ്റ്റർ നമ്പർ 10 കോണിക് സെക്ഷൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന കുറച്ച് ചോദ്യങ്ങൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ചോദ്യങ്ങളാണ്, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിനെ പറ്റി ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നല്ല നല്ല ചോദ്യങ്ങൾ പഠിക്കണം. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ള ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസിഡർ ദ സർക്കിൾ സി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x പ്ലസ് 6y മൈനസ് 12 ഈക്വൽ ടു 0. ഫൈൻഡ് ദ സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ സി. അപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് സെൻറ്ററും റേഡിയസും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്താണെന്നറിയോ? ഇതല്ലേ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ. സർക്കിളിൻ്റെ ഇക്വേഷൻ ഓഫ് സർക്കിൾ ജനറൽ ഫോമിൽ നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഈക്വൽ ടു 0. ഇങ്ങനെയാണ് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതുക. അതായത് ആദ്യം എക്സ് സ്ക്വയർ ഉള്ളൊരു ടേം ഉണ്ടാവും, പിന്നെ വൈ സ്ക്വയർ ഉള്ളൊരു ടേം ഉണ്ടാവും, പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും, എക്സ് ഉള്ളൊരു ടേം, വൈ ഉള്ളൊരു ടേം, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ്. ഈ എക്സ് സ്ക്വയറിൻ്റെ വൈ സ്ക്വയറിൻ്റെ മുമ്പിൽ എപ്പോഴും 1 ആയിരിക്കും. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇത് ഏത് കോണിക്കാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സർക്കിളാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ത്, റേഡിയസ് എന്തെന്ന് ഈ ഫോമിൽ തരികയാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ എഴുതുക -g, -f എന്നാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് r നമ്മൾ എഴുതുക √g² പ്ലസ് f² - c. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുമല്ലോ. ഇതാണ് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എങ്കിൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ -g - f, റേഡിയസ് എന്ന് പറഞ്ഞാൽ √g² പ്ലസ് f² - c. സിമ്പിൾ കാര്യം അല്ലേ? ഇനി നോക്കും, ഈ ഒരു ചോദ്യത്തിലേക്ക് ശ്രദ്ധിച്ചോ. ഈ ഒരു ചോദ്യം ഇവിടെ നിങ്ങൾക്ക് g എന്ത്, f എന്തെന്ന് കണ്ടെത്തണം, c എന്തെന്ന് കണ്ടെത്തണം. അതാണ് നമ്മളുടെ എയിം. അപ്പോൾ ഈ ഒരു ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം തന്ന സമയത്ത് നോക്ക് നിങ്ങൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് -4x അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -4x പ്ലസ് 6y മൈനസ് 12 ഈക്വൽ ടു 0. ഒരു കാര്യം ഉറപ്പാണ്, എക്സിൻ്റെ കൂടെ ഉള്ളത് നോക്ക്, എക്സിൻ്റെ കൂടെ ഉള്ളത് എന്താണ്, 2g. എക്സിൻ്റെ കൂടെ ഇവിടെ ഉള്ളത് എന്താ, -4. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, നിങ്ങൾ 2gക്ക് ഈക്വലായിട്ട് -4 കൊടുക്കണം. 2gക്ക് ഈക്വലായിട്ട് -4 ആണെങ്കിൽ g എന്തായിരിക്കും, ഈ 2 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ -4 ഇൻറ്റു 2 അല്ലേ, ഇങ്ങോട്ട് വന്നാൽ /2 -4/2. ആൻസർ ഈസ് -2. അപ്പോൾ ജിയുടെ വാല്യൂ എന്താ, -2. ഇനി അതേപോലെ നോക്ക്, വൈയുടെ കൂടെ ഉള്ളത് ഇവിടെ 6, ഇവിടെ വൈയുടെ കൂടെ ഉള്ളത് എന്താ, 2f. അപ്പോൾ 2f ഈസ് ഈക്വൽ ടു 6 ആയിരിക്കും. ജനറൽ ഇക്വേഷനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് വൈയുടെ കൂടെ ഉള്ളത് 6, ഇവിടെ വൈയുടെ കൂടെ ഉള്ളത് 2f. ഓക്കെ, അപ്പോൾ 2f ഈക്വൽ ടു 6. 2f 6 ആണെങ്കിൽ f എന്താ, f ഈസ് ഈക്വൽ ടു 6/2. 6/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3. സിമ്പിൾ അല്ലേ? ഈ 2 ഇങ്ങോട്ട് പോയാൽ 6/2. ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് രണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നു. എന്തായിരുന്നു, -g, -f. അപ്പം -g എന്ന് പറയുമ്പോൾ g എത്രയാ, -2. അപ്പം -2 കൊടുക്കുന്ന സമയത്ത് ഇത് +2 ആവൂലേ? ശരിയല്ലേ? ജിയുടെ വാല്യൂ -2, അപ്പം -2 +2. -f, വാല്യൂ 3 അല്ലേ, അപ്പം -f എന്ന് പറയുമ്പോൾ -3. ഇതാണ് ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്. ഓക്കെ, ഇനി സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് എഴുതേണ്ടത്. രണ്ടാമത്തത് റേഡിയസ് നിങ്ങൾ എങ്ങനെ എഴുതുക, r ഈസ് ഈക്വൽ ടു √g² പ്ലസ് f² - c. അപ്പോൾ നോക്കേ, g എന്തായിരുന്നുടാ, g ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് -2. അപ്പം -2ൻ്റെ സ്ക്വയർ പ്ലസ് f എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്, 3 അല്ലേ, f 3. അപ്പോൾ 3യുടെ സ്ക്വയർ 3² പിന്നെ c എന്താ നോക്ക്, ഇവിടെ സി ഇവിടെ ഉള്ള കോൺസ്റ്റൻറ്റ് അത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആണ് അതിൻ്റെ മുമ്പിലുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും -12 എന്ന് തന്നെ എടുക്കണം. സി ഈക്വൽ ടു -12 കേട്ടോ. അപ്പോൾ സി ഈക്വൽ ടു -12 ആണ്. അപ്പോൾ അത് -12 തന്നെ എടുക്കണം. മുമ്പ് പ്ലസ് ആണെങ്കിൽ +12 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത നോക്ക് നിങ്ങൾ, 4 2ൻ്റെ സ്ക്വയർ -2ൻ്റെ സ്ക്വയർ 4 അല്ലേ, 3യുടെ സ്ക്വയർ 9 അല്ലേ. അപ്പോൾ 4 + 9 ആൻഡ് ഒരു +12 കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്ക്, 12 9 21 4 25. അപ്പോൾ നിങ്ങളുടെ ആൻസർ എത്രയാണ്, √25. റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ √25 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും, 5 യൂണിറ്റ് എന്ന് കൊടുത്താൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. സിമ്പിൾ അല്ലേ? ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക, ഈസി. ഇനി അടുത്തത് ഇത് നോക്ക്, കൺസിഡർ ദി ഇക്വേഷൻ y² = 12x. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം.
ഇതെന്താ ഷേപ്പ് എന്ന് തന്നിട്ടില്ല. y² = 12x. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ ഫോമിലാണെങ്കിൽ, അതായത് x² + y² + 2gx + 2fy + c = 0 ഈ ഫോമിലാണെങ്കിൽ അതെന്തായിരിക്കും? സർക്കിളാണ്. അല്ലെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും സ്ക്വയർ ഉണ്ട്, x² + y², ആ ഫോമിലാണെങ്കിലും സർക്കിളാണ്. പക്ഷേ ഏതെങ്കിലും ഒന്നിന് മാത്രമേ സ്ക്വയർ ഉള്ളുവെങ്കിൽ, എക്സും ഉണ്ടാവും വൈയും ഉണ്ടാവും ആ ഇക്വേഷനിൽ, പക്ഷേ ഏതെങ്കിലും ഒന്നിന് മാത്രമേ സ്ക്വയർ ഉള്ളുവെങ്കിൽ അത് പാരബോള ആയിരിക്കും, പാരബോള. അപ്പോൾ ഇത് ഏത് പാരബോള എന്ന് എങ്ങനെ മനസ്സിലാക്കുക? അത് ഒരുപാട് പാരബോളകളുണ്ട്. റൈറ്റ് സൈഡിലേക്ക് ഓപ്പണായി കിടക്കുന്ന പാരബോള, ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പണായി കിടക്കുന്ന പാരബോള, മുകളിലോട്ട് ഓപ്പണായി കിടക്കുന്ന പാരബോള, താഴോട്ടേക്ക് ഓപ്പണായി കിടക്കുന്ന പാരബോള. 4 പാരബോളയുടെയും ഷേപ്പ് വെറുതെ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് പാരബോള ഇങ്ങനെ വരിക. ഇതിൻ്റെ ഇക്വേഷൻ y² = 4ax എന്നാണ്. ആൻഡ് ഇതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഓപ്പണായി കിടക്കുകയാണെങ്കിൽ ഈ പാരബോളയുടെ ഇക്വേഷൻ y² = -4ax എന്നാണ്. അതെന്താ അങ്ങനെ? ഇത് പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പണായി കിടക്കുന്നത്, അപ്പോൾ എക്സ് അതിൻ്റെ മുമ്പിൽ പോസിറ്റീവ്. ഇത് നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് ഓപ്പണായി കിടക്കുന്നത്, അപ്പോൾ എക്സ് അതിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഇതേ മോഡൽ മുകളിലോട്ട് ഓപ്പണായി കിടക്കുന്ന പാരബോളയാണെങ്കിൽ ഇത് എഴുതുക എങ്ങനെയാണെന്നറിയോ? ഇവിടെ y² = 4x ആണെങ്കിൽ ഇവിടെ x² = 4ay എന്ന് എഴുതുക. y പോസിറ്റീവ് y ആക്സിലേക്ക് ഓപ്പണായി കിടക്കുന്നത്. ഇനി ഇതേപോലെ താഴോട്ടേക്ക് ഓപ്പണായി കിടക്കുന്നതാണെങ്കിൽ നിങ്ങൾ നോക്ക്, നെഗറ്റീവ് y ആക്സിലേക്ക് ഓപ്പണായി കിടക്കുന്ന പാരബോളയാണെങ്കിൽ നെഗറ്റീവ് y ആക്സിലേക്കല്ലേ, അപ്പം -4ay എന്ന് എഴുതിയാൽ മതി. സ്ക്വയർ ഉള്ളത് x². സ്ക്വയർ ഇല്ലാത്ത ടേം ഏത്, അതിൻ്റെ മുമ്പിലുള്ള അല്ലെങ്കിൽ വേരിയബിൾ ഏത്, അതിൻ്റെ മുമ്പിലുള്ള സൈൻ. അങ്ങനെയാണ് നമ്മൾ ഏത് ഭാഗത്തേക്ക് ഓപ്പണായി കിടക്കുന്ന പാരബോള എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ അതിവിടെ നോക്ക്, y² = 12x, എക്സിൻ്റെ മുമ്പിൽ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പണായി കിടക്കുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലേക്കായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. ഇനിയാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെയാണ് ഇതിൻ്റെ ഫോക്കസ് വരിക. y² = 4ax എന്ന് പറയുന്ന പാരബോള അല്ലേ ഇത്. പക്ഷേ നമുക്കിവിടെ തന്നിട്ടുള്ളത് നോക്ക് നിങ്ങൾ, y² = 12x. അപ്പോൾ എക്സിൻ്റെ കൂടെ ഇവിടെ ഉള്ളതാരാ? 4a. എക്സിൻ്റെ കൂടെ ഇവിടെ ഉള്ളതാരാ? 12. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 4a = 12. 4a 12 ആണെങ്കിൽ a എന്തായിരിക്കും? ഈ ഇൻറ്റു 4നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തോ, അപ്പോൾ 12/4 എന്ന് കിട്ടും. 12/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3. അപ്പോൾ a3. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെയാണ്, ഇങ്ങോട്ടേക്കാണ് നിങ്ങളുടെ പാരബോൾ ഓപ്പണായി കിടക്കുന്നതെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് എക്സ് ആക്സിൽ ആയതുകൊണ്ട് നമ്മൾ a0 എന്ന് എഴുതുക, a0. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടി, കോർഡിനേറ്റ് ഓഫ് ഫോക്കസിൻ്റെ കോർഡിനേറ്റ് എന്താണ് വരിക? a0. അപ്പോൾ എയുടെ വാല്യൂ നിങ്ങൾ അവിടെ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചു. 12 = 4 ആണെങ്കിൽ a = 3. അങ്ങനെയാണ് ഫോക്കസ് = 3,0. സിമ്പിൾ കാര്യം. രണ്ടാമത്തത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്ക്, ഇവിടെ അല്ലേ ഈ ലെങ്ത്ത് നേരെ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് ഫോക്കസ് ഉള്ള ആക്സിസ് എക്സ് ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. ഇതാണ് ഡയറക്ട്രിക്സ്. അപ്പോൾ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാമെന്നറിയോ? ഫോക്കസ് a0 ആണെങ്കിൽ ഇവിടെ ഞാൻ ഇതേ a ലെങ്ത്ത് ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും a, പക്ഷേ നെഗറ്റീവ് എക്സ് ആക്സിൽ ആയതുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് -a. അപ്പോൾ ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് -a ആയിരിക്കും. അപ്പോൾ x = -a. ഇങ്ങനെയാണ് ഡയറക്ട്രിക്സ് എഴുതാം നമ്മൾ. x = -a. അപ്പോൾ നോക്ക്, x = -a ആണ് ഡയറക്ട്രിക്സ് എങ്കിൽ x = -a. അപ്പോൾ x = എയുടെ വാല്യൂ എന്തായിരുന്നു? 3 ഇതാണ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. സെറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരാൾ കൂടിയുണ്ട്. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ലാറ്റസ് റെക്റ്റമാണ്. ഏതൊരു പാരബോളയുടെയും ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 4a ആണ്. 4a അല്ലെങ്കിൽ നിങ്ങളുടെ ഈ എക്സ് അല്ലെങ്കിൽ y എന്ത് വേണമെങ്കിലും ആവട്ടെ, ഇതിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി, അതായിരിക്കും ലാറ്റസ് റെക്റ്റം, അതായത് 12. നോക്ക് നിങ്ങൾ, ഇവിടെ 4a = 12 നമ്മൾ ഓൾറെഡി എഴുതിയത്. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഒരു പാരബോള തന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഈസിയാണ്. ഇനി അടുത്ത് നോക്കി, ഇതേ മോഡലിൽ തന്നെ ഇങ്ങനെയാണ് പാരബോള തരുന്നതെന്ന് വിചാരിച്ചോ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പാരബോള വിത്ത് ഫോക്കസ് -60 ആൻഡ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x = 6. അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് -60 ആണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് അസ്യൂം ചെയ്യും, -60 എക്സ് ആക്സിൽ -6 y ആക്സിൽ 0. അപ്പോൾ ഇത് ഏത് ലൈനിലെ പോയിന്റ് ആയിരിക്കും? ഇത് നെഗറ്റീവ് എക്സ് ആക്സിലെ പോയിന്റ്. അതായത് ഇവിടെ എവിടെയെങ്കിലും ആണ് അത് ഉണ്ടാവുക. ഇവിടെ അല്ലേ -60 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവുക. ഇവിടെ ഫോക്കസ് വരണമെങ്കിൽ ഇത് എങ്ങോട്ടേക്ക് ഓപ്പണായി കിടക്കുന്നതായിരിക്കണം? തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് ഓപ്പണായി കിടക്കുന്നതായിരിക്കണം. അപ്പോൾ ഡയറക്ട്രിക്സ് നോക്ക്, x = 6. ഈ 6 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ, എന്നിട്ട് ഫോക്കസ് ഉള്ള എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ ഇവിടെ x = 6 എന്ന് എഴുതേണ്ടത് ശരിയല്ലേ? x = a, x = 6. അപ്പോൾ ഇവിടുത്തെ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നറിയോ? നെഗറ്റീവ് എക്സ് ആക്സിലായതുകൊണ്ട് -a0 എന്നാണ്. അപ്പോൾ -aക്ക് ഈക്വൽ ആയിട്ടുള്ള ആളാരാ നോക്ക്, -aക്ക് ഈക്വൽ ആയിട്ടുള്ളത് -6 ആണ്. അപ്പോൾ ഈ എക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആരായിരിക്കും? 6.
നിങ്ങളോട് ചോദിച്ചത് എന്താ? ഇക്വേഷൻ ഓഫ് ദി പാരബോള. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ഈ പാരബോളയുടെ ഇക്വേഷൻ ജനറലി എഴുതുകയാണെങ്കിൽ നമുക്ക് വരേണ്ടത് എങ്ങനെയാണ്? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എവിടെയൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നത്? നെഗറ്റീവ് എക്സ് ആക്സിലേക്ക്. അപ്പോൾ -4ax എന്നാണ് വരിക. ശരി, എയുടെ വാല്യൂ അറിയാം 6. അപ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു -4 × 6 × x എന്ന് വരും. ആൻഡ് ഇക്വേഷൻ ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു -24x. 4 × 6 24 അല്ലേ? അപ്പോൾ മൈനസ് ഉള്ളത് കൊണ്ട് -24x. ഓക്കെ, റെഡിയാണേ? അപ്പോൾ ഈ കാര്യം ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ആൻഡ് അടുത്തത്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എലിപ്സ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എലിപ്സ്. അപ്പോൾ എലിപ്സിൽ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് കോർഡിനേറ്റ് ഓഫ് ഫോസൈ, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി എലിപ്സ്. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതാണ് എലിപ്സ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ എലിപ്സ് ആണെന്ന് എങ്ങനെ മനസ്സിലാവുക? സർക്കിളാണ് ഞാൻ പറഞ്ഞു x² + y² + 2gx + 2fy + c = 0. ഓക്കെ, x² ഉണ്ടാവും, y² ഉണ്ടാവും, എന്നിട്ട് വേറെ എക്സിൻ്റെ വൈൻ്റെ ടൈമുള്ള കോൺസ്റ്റൻ്റ് ഉണ്ടാവും. പാരബോള ആണെങ്കിൽ y² ഉണ്ടാവും ആൻഡ് ഇപ്പുറത്ത് ഒരു എക്സ് അല്ലേ, അതായത് സ്ക്വയർ ഉള്ള ഒരു വേരിയബിൾ, ഇപ്പുറത്ത് എക്സോ വൈയോ വേറെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ എക്സിനും സ്ക്വയർ ഉണ്ടാവും, വൈക്കും സ്ക്വയർ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം. എന്നാൽ നിങ്ങളുടെ =1 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു =1 എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. എല്ലാത്തും വരാറുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. 2500 x² + 100 y² വിച്ച് ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. 2500 എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അങ്ങനെയാണെങ്കിലും അതായത് ഇവിടെ 2500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് =1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ =1 എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ നടുവിൽ പ്ലസ് ആയിരിക്കും, നടുവിൽ മൈനസ് ആണെങ്കിൽ അത് ഹൈപ്പർബോള. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതെന്തിൻ്റെ ഏത് ഷേപ്പാണ്? എലിപ്സ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും അത് എലിപ്സ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചേ. ഇതിൻ്റെ ജനറൽ ഇക്വേഷനിൽ ഇതിൽ വലുത് ഏതാ നോക്കൂ? ഡിനോമിനേറ്ററിൽ 100 ആണ്. അപ്പോൾ വലുത് എന്താണോ അതായിരിക്കും a². അപ്പോൾ a² എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്. a² 100. അങ്ങനെയാണ് a എത്രയായിരിക്കും? a എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ a² 100 ആണ്. ഈ സ്ക്വയർ ഇങ്ങോട്ട് പോയാൽ √100 10. ചെറുത് എന്താണോ അത് b² ആയിരിക്കും. അപ്പോൾ b² 64 ആണെങ്കിൽ b എന്തായിരിക്കും? b അതിൻ്റെ √8. ഇത് x² താഴെയാണോ y² താഴെയാണോ വലുത് എന്നുള്ളത് നോക്കാം. x² താഴെ വലുത്. അപ്പോൾ x² താഴെയാണ് വലുതെങ്കിൽ ഫോക്കസ് എക്സ് ആക്സിൽ വരുന്ന എലിപ്സ് ആയിരിക്കും. അപ്പോൾ ഫോക്കസ് എക്സ് ആക്സിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഫോക്കസ് അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ ആക്സിസ് വരുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. മേജർ ആക്സിസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. ഫോക്കസ് വരുന്ന ആക്സിസ് കേട്ടോ. അതായത് ഇവിടെ 2 ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും. നേരത്തെ എലിപ്സിൽ പാരബോളയിൽ ഒരു ഫിക്സഡ് പോയിന്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. അതേപോലെ ഇങ്ങനെ 2 ഫിക്സഡ് പോയിന്റ് ഉള്ള ഒരു ആക്സിസ്, അതാണ് നിങ്ങളുടെ എലിപ്സിൻ്റെ മേജർ ആക്സിസ് അല്ലെങ്കിൽ ഫോക്കസ് ഉള്ള ആക്സിസ്. ഇനി ശ്രദ്ധിച്ചോ, ഇതെങ്ങനെയാണ് മനസ്സിലാവുക? x² താഴെയാണല്ലോ വലുത്. അപ്പോൾ ഇവിടെ 2 എടുത്തോ ഫോക്കസ് ഉണ്ടാവുക. ശരി, ഇനി y² താഴെയാണ് വലുതെങ്കിലോ y ആക്സിസില്ല, ഇവിടെയൊക്കെ ആയിരിക്കും ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടി ഇതിങ്ങനെ ഒന്ന് ചുരുങ്ങി മുകളിലോട്ട് കുറച്ച് വ്യാപ്തി കൂടും. അങ്ങനെ ആയിരിക്കും ആ ഒരു എലിപ്സ് ഉണ്ടാവുക കേട്ടോ. റെഡി? ഇനി ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ആദ്യം വേണ്ടത് എന്താ നോക്ക്? ഫോസൈയുടെ കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ എഴുതുക എന്നറിയാം? +or -c0 എന്ന്. അതായത് ഫോക്കസ് എവിടെ വേണമെങ്കിലും ആകട്ടെ, അത് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് സിയും -സിയും വെച്ചിട്ടാണ്. അപ്പോൾ ഈ പോയിന്റും എന്താണ്? ഫോക്കസ്. ഇനി അതെന്താ നമുക്ക് എഴുതട്ടോ. രണ്ടാമത്തത് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് ഉള്ള ആക്സിസിന്, അതായത് ഈ എക്സ് ആക്സിന് നിങ്ങളുടെ ഈ എലിപ്സ് ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിലും അല്ല ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ് എന്ന്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് -a ആയിരിക്കും, ഇവിടെ മാർക്ക് ചെയ്യുന്നത് a ആയിരിക്കും. a വെച്ചിട്ടാണ് വെർട്ടെക്സുകളുടെ എൻ പോയിന്റ് മാർക്ക് ചെയ്യുക. ശരിയാണ്, -a. അപ്പോൾ ഇതും വെർട്ടെക്സ് ആണ്, ഇതും വെർട്ടെക്സ് ആണ്, രണ്ടെണ്ണുള്ളത് കൊണ്ട് വേർട്ടിസസ് എന്ന് പറയും. അപ്പോൾ വെർട്ടെക്സുകളുടെ കോർഡിനേറ്റ് നമ്മൾ ഇതും എങ്ങനെ എഴുതുക? a0, അതായത് ഇവിടുത്തത് a0, ഇവിടുത്തത് -a0. അപ്പോൾ +or -a0 എന്ന് എഴുതാം. ഓക്കെ, അതും കിട്ടി. ഇനി അത് വാല്യൂ നോക്കണമെന്ന് നമുക്ക് എഴുതാട്ടോ. അടുത്ത നിങ്ങൾക്ക് വേണ്ടത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ആൻഡ് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. എസെൻട്രിസിറ്റി അതിൽ തന്നിട്ടില്ല, പക്ഷെ ഞാൻ എഴുതുന്നു. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു എലിപ്സ് ആവട്ടെ എസെൻട്രിസിറ്റി = c/a ആണ്. ഇതാണെങ്കിലും മേജർ ആക്സിസ് y ആയിട്ടുള്ളതാണെങ്കിലും എസെൻട്രിസിറ്റി c/a. ഇനി ഫോക്കസ് y ആക്സിലാണെങ്കിൽ ഇത് 0 ± c എന്ന് വരിക. വെർട്ടെക്സ് y ആക്സിലാണെങ്കിൽ 0 ± a എന്ന് വരിക. അതാണ് വ്യത്യാസം. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് ലാറ്റസ് റെക്റ്റം. എല്ലാവർന്ന ഞാൻ എഴുതിയത് അത് ഏത് എലിപ്സ് ആണെങ്കിലും 2b² എന്നാണ് എഴുതുക. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസും മൈനർ ആക്സിസും ഉണ്ട്. ഇതൊക്കെ സെയിം ആട്ടോ. ലെങ്ത് ഓഫ് മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് നോക്ക് നിങ്ങൾ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് a, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്തും a. ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ aയും 2a.
അതേപോലെ തന്നെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2b ആണ്. 2b. ഇത്രയും കാര്യങ്ങൾ ഇനി ഇതൊക്കെ നമുക്ക് കണ്ടെത്തണം. അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരാൾ കൂടി വേണം, അത് ശ്രദ്ധിച്ചോ. ഒരു എലിപ്സിൽ എയും ബിയും കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അത് ഇക്വേഷൻ തന്നാൽ വലുതേതോ അത് എ സ്ക്വയർ, ചെറുതേതോ അത് ബി സ്ക്വയർ. അപ്പോൾ എയും ബിയും കണ്ടെത്താം. ഈ എയും ബിയും സിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷനാണ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതെന്തായാലും പഠിച്ചിരിക്കണം. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എവിടെ? സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹൈപ്പർബോളയിലാട്ടോ. അപ്പോൾ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നോക്കും, റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64. 100 64 കുറച്ച് 36 അല്ലേ? അപ്പോൾ റൂട്ട് 36 എന്ന് വരും. റൂട്ട് 36, 36ൻ്റെ റൂട്ട് എത്രയാണ്? 6. അപ്പോൾ സിയുടെ വാല്യൂ എത്രയാണ്? 6. സിയുടെ വാല്യൂ എത്ര? 6. ഇനി സിമ്പിളാണ്. ഫോക്കസിൻ്റെ കോർഡിനേറ്റ് നമ്മൾ എഴുതുക. സി കിട്ടിയല്ലോ, അപ്പോൾ പ്ലസ് ഓർ മൈനസ് 60. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് A0. A 10 അല്ലേ? അപ്പോൾ പ്ലസ് ഓർ മൈനസ് 10,0. എസെൻട്രിസിറ്റി ഈക്വൽ ടു സി ബൈ എ അല്ലേ? സി 6 ആൻഡ് എയുടെ വാല്യൂ എത്രയാണ്? 10. അപ്പോൾ 6/10. ലാറ്റസ്റ്റ് റെക്റ്റൻ 2b സ്ക്വയർ ബൈ എ അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ബി സ്ക്വയർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 64 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 10. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 128/10 അല്ലേ? 128/10. സിമ്പിൾ. മേജർ ആക്സിൻ്റെ ലെങ്ത് 2a. 2 ഇൻറ്റു എയുടെ വാല്യൂ എത്രയായിരുന്നു? 10. അപ്പോൾ 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 കിട്ടും. മൈനർ ആക്സിൻ്റെ ലെങ്ത് 2 ഇൻറ്റു ബി എത്രയായിരുന്നു? 8. അപ്പോൾ 2 ഇൻറ്റു 8 വിച്ച് ഈസ് ഈക്വൽ ടു 16 കിട്ടും. ഇങ്ങനെയാണ് ഒരു എലിപ്സിൻ്റെ ഡീറ്റെയിൽസ് ചെയ്ത്. കാര്യം ക്ലിയർ ആണല്ലോ. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് പഠിച്ചിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സിയും എയും ബിയും തമ്മിലുള്ള കണക്ഷൻ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കൺസിഡർ ആൻ എലിപ്സ് ഹൂസ് വെർട്ടിസസ് ആർ പ്ലസ് ഓർ മൈനസ് 50, ഫോസൈ പ്ലസ് ഓർ മൈനസ് 40. ഈ വെർട്ടിസസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്. വെർട്ടിസസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാ? എ വെച്ചിട്ടാ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് A0. ഫോസൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം ഉറപ്പാണ്. അവിടെ സി കിട്ടി. സി അപ്പോൾ എ എത്രയാടാ? എ നോക്കുക അവിടെ. എ ഈക്വൽ ടു 5. എ ഈക്വൽ ടു 5 ആണെങ്കിൽ വാട്ട് ഈസ് എ സ്ക്വയർ? എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25. സി ഈക്വൽ ടു എത്രയാടാ? സി ഈക്വൽ ടു 4. അപ്പോൾ വാട്ട് ഈസ് സി സ്ക്വയർ? സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16. ഇത് എന്തിനാണ് എഴുതുന്നത്? പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടി. ഇത് ഫോക്കസ് ഏത് ആക്സിസിലാണ് വരിക? എക്സ് ആണോ വൈ ആണോ? ഫോക്കസിൻ്റെ കോർഡിനേറ്റ് നോക്ക്. പ്ലസ് ഓർ മൈനസ് C0 എന്നാണ്. അപ്പോൾ എക്സ് ആക്സിലാണ് ഫോക്കസ്. കാരണം കോർഡിനേറ്റ് എക്സ് ആക്സിൽ ഉള്ളതുപോലെയാണ് വന്നത്. ശരിയല്ലേ? അപ്പോൾ ഫോക്കസും വെർട്ടെക്സും എന്തായാലും എക്സ് ആക്സിലാണെങ്കിൽ മേജർ ആക്സിസ് എന്തായിരിക്കും? എക്സ് ആക്സിസ്. അപ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും ആ എലിപ്സ് വരിക. അതായത് ഇത് ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എ. എൻ പോയിന്റ് എന്താ? 5 അല്ലേ? അപ്പോൾ ഇവിടെയാണ് 5ഉം -5ഉം മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഫോക്കസ് ഉണ്ടാവുക. ഫോക്കസ് ആകുമ്പോൾ അപ്പോൾ 4ഉം -4ഉം ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പം മേജർ ആക്സിസ്, ഫോക്കസ് ഉള്ള ആക്സിസ് അല്ലെങ്കിൽ വലുത് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ എൻ പോയിന്റ് ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്ന എ. ചെറുതായിരിക്കും, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം. ചെറുത് ബി എത്ര എന്നുള്ളത് കൂടി നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് ഇക്വേഷൻ ചോദിക്കും. സിയും എയും ബിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? ഞാൻ അത് എഴുതുന്നില്ല, ഇങ്ങനെ എഴുതി. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. രണ്ട് എഴുതിയാലും കറക്റ്റ് ആക്ച്വലി. ഞാൻ കാരണം ഈ സ്ക്വയർ ഇങ്ങോട്ട് പോയാൽ റൂട്ട് ആവും. അതുകൊണ്ട് സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബോത്ത് ആർ റൈറ്റ്. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, ബി സ്ക്വയർ പറഞ്ഞാൽ നമുക്ക് അറിയില്ല. മൈനസ് ബി സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പ്ലസ് ബി സ്ക്വയർ ആയി. ഈ പ്ലസ് 16 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് -16 എന്ന് എഴുതാം. അപ്പോൾ 25 - 16 എത്ര? 9. അപ്പോൾ ബി സ്ക്വയറിൻ്റെ വാല്യൂ എത്ര? 9. ബി സ്ക്വയർ 9 ആണെങ്കിൽ ബി എത്രയായിരിക്കും? 3. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കും. ബി 3 ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ആ 3. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? -3. ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ഇക്വേഷനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലെ റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ് ചോദിച്ചത്. ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദിസ് എലിപ്സ്? ഫോക്കസ് എവിടെയുള്ളത് നോക്ക്? എക്സ് ആക്സിലാണ്. അപ്പോൾ എ സ്ക്വയർ വലുത് എക്സ് സ്ക്വയറിൻ്റെ താഴെ വരിക. ബി സ്ക്വയർ അത് ചെറുതായിരിക്കും, അത് വൈ സ്ക്വയറിൻ്റെ താഴെ വരിക. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ബി സ്ക്വയർ 9 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം തന്നാൽ നിങ്ങൾ ആൻസറിലേക്ക് എത്തേണ്ടത്. ഈസി ആട്ടോ, ഇതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു സി ബൈ എ. സിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് സി? 4. എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ 5. അപ്പോൾ എസെൻട്രിസിറ്റി എത്ര? 4/5. റെഡി? ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നാൽ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് എത്താനും നിങ്ങൾക്ക് പറ്റൂലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഈ ഒരു ചോദ്യം കൂടി നമുക്ക് കോണിക് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് ഹൈപ്പർബോള. ഹൈപ്പർബോള രണ്ട് ടൈപ്പിലാണ് അതിൻ്റെ ഷേപ്പ് വരിക. ഫോക്കസ് എക്സ് ആക്സിലുള്ളതും ഫോക്കസ് വൈ ആക്സിലുള്ളതും. ഇവിടെ നമ്മൾ ഏതാ ചെക്ക് ചെയ്യാന്നറിയാം?
ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് എക്സ് സ്ക്വയർ ആണോ വൈ സ്ക്വയർ ആണോ നോക്കും. ഫസ്റ്റ് വരുന്നത് അപ്പോൾ എക്സ് സ്ക്വയർ ആയിരിക്കും അധികവും ഫസ്റ്റ് വരിക, അല്ലെങ്കിൽ വൈ സ്ക്വയർ ആയിരിക്കും വരിക. എക്സ് സ്ക്വയർ ആണ് ആദ്യം വന്നതെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ വലുത് ഏത് എന്നുള്ളതല്ല ചെക്ക് ചെയ്യുക, ആദ്യം വരുന്നത് ഏതോ അത് എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. എ സ്ക്വയർ 9 ആണെങ്കിൽ എ അതിൻ്റെ റൂട്ട് 3 ആയിരിക്കും. രണ്ടാമത് വരുന്നത് എന്തോ അത് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി 4 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫോക്കസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക? ആദ്യം വരുന്നത് പോസിറ്റീവ് ആയുള്ളത് എക്സ് സ്ക്വയർ ആണോ വൈ സ്ക്വയർ ആണോ നോക്കുക. ആദ്യം വന്നത് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഫോക്കസ് എക്സ് ആക്സിലായിട്ട് വരുന്ന ഇങ്ങനെയുള്ള ഒരു ഹൈപ്പർബോള, ഇങ്ങനെ ഹൈപ്പർബോളയുടെ ഷേപ്പ് വരിക, 2 പാരബോള വെച്ചതുപോലെ. അപ്പോൾ ഇവിടെ 2 സ്ഥലത്താണ് ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് മൈനസ് സിയും സിയും ആയിരിക്കും. ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എയും ഇവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ് മൈനസ് എ ആയിരിക്കും. ഇവിടെ ഒരു ബി ഉണ്ടാവും, അതേപോലെ ഇവിടെ ഒരു മൈനസ് ബി ഉണ്ടാവും. കാര്യം ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്ക്, ഫോക്കസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് നിങ്ങൾ ഒരൊറ്റ സംഭവം എഴുതണം. ഫോക്കസ് ഹൈപ്പർബോളയിൽ സിയും എയും ബിയും കണക്ട് ചെയ്തുള്ള ഇക്വേഷൻ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ, സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് പഠിച്ചിരിക്കണേ. എലിപ്സിലാകുമ്പോൾ എന്തായിരുന്നു വ്യത്യാസം? സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഹൈപ്പർബോളയിലാകുമ്പോൾ സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കി എലിപ്സ് ആണ് ഹൈപ്പർബോളയാണെന്ന്? എലിപ്സ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ഉണ്ടാവുക, ഹൈപ്പർബോള ആകുമ്പോൾ മൈനസാണ്. അപ്പോൾ സി കണ്ടെത്തുന്ന സമയത്ത് ഹൈപ്പർബോളയിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എലിപ്സിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതെന്തായാലും അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സി ഈക്വൽ ടു നോക്ക്, റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 9 25. അപ്പോൾ റൂട്ട് 25 കിട്ടും. റൂട്ട് 25 എത്രയാണ്? 5 ആണ് നിങ്ങളുടെ സിയുടെ വാല്യൂ 5. ഇനി നോക്ക്, നിങ്ങൾക്ക് വേണ്ടത് എന്തോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഫോക്കസ് അല്ലേ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം ഫോക്കസ് എക്സ് ആക്സിലാണോ വൈ ആക്സിലാണോ? ബാക്കിയൊക്കെ എലിപ്സിൽ എഴുതുന്നത് പോലെ തന്നെയാണ്. ഫോക്കസ് എക്സ് ആക്സിൽ ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് C0 ഇങ്ങനെ എഴുതേണ്ടത്. വാട്ട് ഈസ് യുവർ C5 ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് 50. രണ്ടാമത്തത് എസെൻട്രിസിറ്റി ഈക്വൽ ടു C ബൈ എ. സിയുടെ വാല്യൂ 5 അല്ലേ, ബൈ എയുടെ വാല്യൂ എത്ര? 3. അപ്പോൾ 5/3. മൂന്നാമത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത്. അത് നമ്മൾ അതും എലിപ്സിൽ എഴുതി അതേ ഇക്വേഷൻ കേട്ടോ, 2b സ്ക്വയർ ബൈ എ. അപ്പോൾ 2 ഇൻറ്റു ബി സ്ക്വയർ എത്ര? 16 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ എത്രയായിരുന്നു? 3 അല്ലേ? യെസ്. അപ്പോൾ ദാ ആൻസർ ഈസ് 32/3. ഇതാണ് സംഭവം. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കാം, നമ്മൾ നേരത്തെ കാണിച്ചതുപോലെയും ചോദിക്കാം. എല്ലാ ടൈപ്പും ഈസി ആയിട്ട് പഠിച്ചു വെക്കുക. വളരെ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ.